ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇത് നമ്മളെ ഫസ്റ്റത്തെ വ്ളോഗാണ്. വെക്കേഷനൊക്കെ ആയപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സെന്നു അന്നൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവർക്ക് അങ്ങോട്ട് പോകാമെന്നുള്ളത് കേട്ടാൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ സ്ഥലം വരുന്നത് താനൂരാണ്. ഞങ്ങൾ റോട്ടുമ്മക്ക് ഇറങ്ങിയ പാടന്നെ അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ ഓട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോൾ പുറത്ത് പോകുമ്പോൾ ഒരു ഭയങ്കര അടിയാണ് കേട്ടോ സൈഡ് സീറ്റിന് വേണ്ടിയിട്ട്. ഹന്നുവാണ് സൈഡ് സീറ്റിൻ്റെ ആൾ. അപ്പോൾ ഹന്നു സെന്നുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട് നീങ്ങ് എന്നൊക്കെ. പക്ഷേ സെന്നു ആണെങ്കിൽ നീങ്ങി കൊടുക്കണില്ല. അപ്പോൾ അതിന് കുറേ കുറുമ്പിളകിയിട്ടാവന്. എത്ര അടി ഉണ്ടാക്കിയാലും പെട്ടെന്ന് തന്നെ റെഡി ആവട്ടോ. ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ പുത്തുന്നൂർ എത്തിയപ്പോൾ അജ്വ ബേക്സിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് മിഠായി വാങ്ങാൻ. അപ്പോൾ സെന്നുവിനോടും ഹന്നുവിനോടും ഓട്ടോയിൽ ഇരിക്കാൻ പറഞ്ഞത് കേൾക്കാതെ പിന്നാലെ വന്നതാണ്. അപ്പോൾ സെന്നുക്ക് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഹന്നു കൂട്ടി കൊണ്ടുപോയിട്ട് ഐസ്ക്രീമൊക്കെ കാണിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സിപ്പപ്പാണ് വാങ്ങിയത്. അപ്പോൾ വരുന്ന വഴിക്കൽ കസിൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 2 സിപ്പപ്പ് കൊടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇത് വേറെ കസിനും ഫാമിലിയാണ്. ഞങ്ങൾ സിപ്പപ്പ് കൊടുക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ അവരെ കണ്ടതാണ്. അപ്പോൾ സെന്നു ഹന്നു ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, അവരെ തോൽപ്പിക്കണം, നമുക്ക് ഫസ്റ്റ് നമുക്ക് എത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരാണ് ഫസ്റ്റ് എത്തിയത്. അങ്ങനെ റിച്ചു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ പാടന്നെ വന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഫസ്റ്റ് എത്തി എന്ന് പറഞ്ഞാണ്ട് സെന്നൂനി ഹന്നൂനി ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓണക്കാട് എത്തി. ഇതാണ് തറവാട്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുഞ്ഞൊരു കട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മിച്ചു. അപ്പോൾ ഹന്നു വന്ന പാടന്നെ ഐസ് എല്ലാവർക്കും കൊടുക്കണ്ട. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് ഇപ്പം തന്നെ എടുക്കണ്ട, ഫുഡ് കഴിച്ചിട്ട് എടുക്കാം, ഫ്രിഡ്ജ് കൊണ്ടുവച്ചാളെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച്. സെന്നു ആണെങ്കിൽ വന്ന പാടന്നെ ഷാമോനായിട്ട് കളിച്ച് 2 തലയും കൂട്ടി മുട്ടിയിട്ടുണ്ട്. 2 നല്ല വേദനിച്ചിക്കണ്. ഇനി അങ്ങോട്ട് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അടി ഉണ്ടാക്കലും ഓടിക്കളിക്കലും പരാതി പറയലും അത് തീർക്കലും എല്ലാവരും കൂടി കൂടുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ എടുക്കാം. അപ്പോൾ സിലുവിനെ നോക്കിയപ്പോൾ സിലു ഭയങ്കര കരച്ചില്. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചപ്പോൾ സിലു പറഞ്ഞ് വ്ളോഗിലിടുന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വ്ളോഗ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോഴത്തിന് പിന്നെ ഫുഡ് കഴിക്കാനായി. അപ്പോൾ ചോറും പിന്നെ മോരുകറിയും പപ്പടവും ചിക്കൻ പൊരിച്ചതും അച്ചാറും ഉണക്കലും എല്ലാതും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉമ്മമാൻ്റെ സ്പെഷ്യലാണ്. പിന്നെ എല്ലാവരും കഴിച്ച് സെന്നുക്കും ഹന്നുക്കും ഒക്കെ വാരി കൊടുത്ത് എല്ലാവരും കഴിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി സെന്നു ഹന്നുവൊക്കെ പറയുന്നുണ്ട് സിലുവിനോട് അന്ന് വ്ളോഗിലിടും. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മമ്മ മാങ്ങ ചെത്തിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് സെന്നുക്കും പിന്നെ തീരെ ക്ഷമയില്ല. അപ്പോഴത്തിന് അവർ സിപ്പൊക്കെ എടുത്ത് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഷെർസും ഈദ്ലാജും കൂടി നേരെ കടയ്ക്ക് പോയി. കട തുറക്കാൻ സമയമായി പറഞ്ഞിട്ട് അവിടെ നിന്നാണ് സിപ്പൊക്കെ തിന്നത്. അങ്ങനെ പിന്നെ ഹന്നു ഒന്നും മാങ്ങ കഴിച്ചിട്ടില്ലായിരുന്നു. സിപ്പപ്പ് കുടിച്ചതിൻ്റെ ശേഷമാണ് വന്നിട്ട് കഴിക്കുന്നത്. പിന്നെ ഞാനും റിച്ചും കൂടി പൊന്നൂനെ വിളിക്കാൻ പോയി. അങ്ങനെ പൊന്നൂനെ വിളിച്ച് കൊണ്ടുവന്ന് അപ്പോഴത്തേക്ക് പിന്നെ സഫാമറി അവരെ ഫാമിലിയും വന്നിട്ടുണ്ട്. വീഡിയോ എടുക്കാണെന്ന് പറഞ്ഞപ്പോൾ ചിരിക്കണമൊക്കെ ഉണ്ട്. തട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിക്കണത് തന്നെ. അപ്പോൾ ഒരു വീഡിയോ എടുക്കണ കണ്ട പാടന്നെ ഇറങ്ങിയിട്ടാണ്ട് ഓടുകയാണ്. അങ്ങനെ പിന്നെ അത് അറിയണ ആളായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ഇപ്പോൾ ഷെർസും മിദ്ലാജും കൂടി പോയിട്ട് ചാമ്പക്ക പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തോ ആപ്പിൾ ചാമ്പക്ക അങ്ങനെ എന്തോ ആണ് പേര്. അപ്പോൾ അഫിക്ക പിന്നെ മിദ്ലാജിൻ്റെ സൈക്കിൾ മേലാണ് വീഡിയോ എടുക്കേണ്ടത് പറഞ്ഞ പാടന്നെ ഇറങ്ങി. അപ്പോൾ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ റിച്ചു ഇതാ ബൈക്കും ഇരുന്നിട്ട് എന്തൊക്കെയോ കാട്ടുണ്ട്, ഓടിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അയറിന് എല്ലാവരും മണ്ണ് കളിക്കുകയാണ്. അപ്പോൾ അയറിനോട് ചോദിച്ചപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് കേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഇളയ കുട്ടിയാണ് മിസു. അപ്പോൾ അവന് വോട്ട് ചെയ്യുന്നതൊക്കെ എവിടെയെന്ന് ചോദിക്കുകയാണ്. അവൻ്റെ വോട്ട് കാണിച്ചു തരുന്നുണ്ട്. മിസുവിൻ്റെ വോട്ടോടെ ആരാ ചെയ്ത് ഇമ്മച്ചിയാ അല്ല വെച്ചുണ്ട് കേട്ടാ.
സൂപ്പർ. പിന്നെ രാത്രികാലത്തെ ഫുഡ് പുട്ടും ചിക്കൻ കറിയും ആയിരുന്നു. എല്ലാവരും കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ രാത്രി കിടക്കുമ്പോൾ എന്നും കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കാറ്. അപ്പോൾ രാവിലെ നീക്കുമ്പോൾ ഒരു റാഹത്താണ്. പിന്നെ കിടക്കാനുള്ള ഓരോ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.